നെയ്യാറ്റിങ്കര കോടതിയിൽ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ ഷാരോൺ വധക്കേസിൻ്റെ വാദപ്രതിവാദം നടക്കാൻ ഈ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ കേസിലെ ഒന്നാം പ്രതിയായ ഗ്രീഷ്മ കോടതിയിലേക്ക് യാത്ര നടത്തേണ്ട ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സജോ ദേവസ്യ കൂടി നമുക്കൊപ്പം ചേരുന്നു. സജോ, ശരിക്കും ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെയാണ് ഇന്ന് വിധി വരാൻ പോകുന്ന ദിവസമാണ്. ഈ ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസമാണ്. കാര്യം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ച സാഹചര്യം നിലനിൽക്കുകയാണ്. എന്നിട്ടും മുഖത്ത് വലിയ വ്യത്യാസമൊന്നും നമ്മൾ വലുതായി കാണുന്നില്ല. കൂടെ നടന്ന ഒരാളിനെ, കാമുകനെ, കഷായത്തിൽ മാരകമായ വിഷം കലർത്തി കീടനാശിനി കലർത്തി കൊലപ്പെടുത്തിയ കേസാണിത്. ഈ കേസിന് ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം പശ്ചാത്തലത്തിൻ്റെ ലേശം അസുഖം പോലും അവർക്കില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു. സജോ ദേവസ്യ. SKN പശ്ചാത്താപത്തിന്റെ ലാഞ്ചന പോലും ഒരു ഘട്ടത്തിലും പ്രതി ഗ്രീഷ്മ പ്രകടിപ്പിച്ചിരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ വന്ന വേളയിൽ കോടതിയിൽ കുറ്റക്കാരിയാണ് എന്നതടക്കം കണ്ടെത്തി ഉള്ള വിധി പ്രസ്താവം ഉണ്ടായ ഘട്ടത്തിലും ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തുടർന്ന് ജയിലിലേക്ക് എത്തിച്ചു. അതിനിടെ വാഹനത്തിൽ കയറ്റുന്നതിനിടെ ചെറിയൊരു അസ്വസ്ഥത പ്രകടിപ്പിച്ചതൊഴിച്ചാൽ മറ്റേതെങ്കിലും നിലയ്ക്കുള്ള പശ്ചാത്താപമോ കുറ്റബോധമോ ഒന്നും ഒരു ഘട്ടത്തിലും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് ഈ ഏറ്റവും അന്തിമ വാദം കേൾക്കുന്ന ഘട്ടത്തിൽ പ്രതിക്ക് പറയാനുള്ളത് കോടതി കേൾക്കും. ആ ഘട്ടത്തിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്നത് മാത്രമാണ് അറിയാനുള്ളത്. ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഈ കുറ്റക്കാരിയാണ് എന്ന വിധി വന്നതിന് തൊട്ടു പിന്നാലെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് വൈദ്യ പരിശോധന പൂർത്തീകരിച്ച് തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് ഗ്രീഷ്മയെ എത്തിക്കുകയുമായിരുന്നു. 3 പ്രതികളിൽ ഗ്രീഷ്മ, അമ്മാവൻ എന്നിങ്ങനെ 3 പ്രതികളായിരുന്നു. പക്ഷേ അതിൽ രണ്ടാം പ്രതിയായ അമ്മയെ സംശയത്തിന് ആനുകൂല്യം നൽകി കോടതി വിട്ടയക്കുകയാണ് ചെയ്തത്. 1ഉം 3ഉം പ്രതികൾക്കാണ് നിലവിൽ 1ഉം 3ഉം പ്രതികളെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിലായിരുന്ന ഗ്രീഷ്മയെ ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും വൈദ്യ പരിശോധന പൂർത്തീകരിക്കുകയും ചെയ്തതിനു ശേഷം നെയ്യാറ്റിൻകര കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ എത്തിക്കും. 11 മണിക്കാണ് കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ആദ്യ കേസായി തന്നെ എടുക്കും എന്നാണ് നമ്മൾ കോടതിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പിന്നീട് അന്തിമ ഹിയറിംഗ് എന്ന നിലയ്ക്ക് വിധി പ്രസ്താവത്തിന് തൊട്ടു മുൻപ് ഇരുഭാഗത്തിനും പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും പറയാനുള്ളത് കേൾക്കും. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് പറയാനുള്ളതും കോടതി കേൾക്കും. ആ ഒരു അവസരം കൂടി അവർക്ക് നൽകും. പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് പരമാവധി ശിക്ഷ എന്നത് നൽകണം എന്ന വാദം ഉന്നയിക്കുന്നത്. അതേസമയം കേസുകൾ അത്യപൂർവമാണ് എന്ന ഒരു നിലയിലേക്ക് പരിഗണിച്ചാൽ മാത്രമായിരിക്കും പരമാവധി ശിക്ഷ, അതായത് വധശിക്ഷ പോലെയുള്ള പരമാവധി ശിക്ഷാ സാധ്യതകൾ ഉള്ളൂ എന്നതാണ് നിയമവിദഗ്ധർ പറയുന്നത്. അത്തരം ഘട്ടങ്ങളിൽ മാത്രമേ പരമാവധി ശിക്ഷ, പലപ്പോഴും ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണം എന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിക്കുമ്പോൾ തന്നെയും കേസിന്റെ സ്വഭാവവും അത് റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന ഗണത്തിൽപ്പെടുത്താൻ കഴിയുന്നതുമാണോ എന്ന് കോടതി കണ്ടെത്തിയാൽ മാത്രമേ അത്തരം ഉള്ള പരമാവധി ശിക്ഷയിലേക്കൊക്കെ പോവുകയുള്ളൂ. പക്ഷേ കേരളം ആ വിധി പ്രസ്താവം അറിയാൻ കാത്തിരിക്കുന്നുണ്ട്. കാരണം കാമുകനെ ഒഴിവാക്കാൻ, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ, ഭൂമുഖത്തു നിന്ന് തന്നെ ഒഴിവാക്കുക എന്നതിനു വേണ്ടി തന്ത്രം ആവിഷ്കരിക്കുകയും ആസൂത്രിതമായ കൊലപാതകം കൃത്യം നിർവഹിക്കുകയും ചെയ്ത ആളാണ്. മാരകമായ ഷെഫീദ് റാവത്തർ കൂടി നെയ്യാറ്റിൻകരയിൽ ചേരുന്നു. ഷെഫീദ്, യഥാർത്ഥത്തിൽ ഈ കേസിന് ദൂരവ്യാപകമായ സ്വാധീനം നമ്മുടെ കേരളക്കരയിൽ ഉണ്ടാക്കാൻ കഴിയും. കാരണം കഷായത്തിൽ വിഷം നൽകുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്ര കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്. എന്നാൽ പുതിയ പ്രവണതകൾ നിലവിൽ വരുന്ന കാലമാണ്. ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ചെയ്യാൻ അറിയാവുന്ന ആളുകളുടെ സമൂഹമായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. ഷെഫീദ് റാവുത്തർ, വിവരങ്ങൾ. സൂചിപ്പിച്ചതുപോലെ ഈ നിയമ വിദ്യാർത്ഥികൾക്കും മാധ്യമ വിദ്യാർത്ഥികൾക്കും ഒക്കെ വലിയ പാഠമാകാൻ പോകുന്ന ഒരു കേസാണിത്. കാരണം ഈ കേസിന്റെ അന്വേഷണം, അതേപോലെ തന്നെ ഇത് കോടതിയിൽ നടന്ന വിചാരണ വേള, ഇതിലൊക്കെ അസാധാരണമായ സംഭവങ്ങൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത സീനുകൾ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതായത് ഒരു അസ്വാഭാവിക മരണം മാത്രമായി ആദ്യം പാറശാല പോലീസ് എടുത്തൊരു കേസ്, പിന്നീട് അത് കൊലപാതകം. ആ കൊലപാതകത്തിന്റെ ഗ്രാവിറ്റി വർദ്ധിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഷാരോൺ എന്ന തൻ്റെ ആൺ സുഹൃത്തിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഗ്രീഷ്മ എന്ന യുവതി, വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല, വിദ്യാർത്ഥിയായിരുന്നു, ഗ്രീഷ്മ എന്ന മിടുക്കിയായ യുവതി വെബ് സെർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി. 2 ശ്രമങ്ങൾ, ആദ്യ അറ്റംപ്റ്റ് ജ്യൂസ് ചലഞ്ച്, രണ്ടാമത്തെ അറ്റംപ്റ്റ് കഷായ ചലഞ്ച്, ഇത് നടത്തി ഒഴിവാക്കിയതിനു ശേഷവും ഇവർ പിടിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഷാരോണിന്റെ സഹോദരൻ ഷീമോൻ എന്നയാൾ ഈ നൽകിയ കഷായം, കുടിച്ച കഷായത്തെക്കുറിച്ച് ഗ്രീഷ്മയോട് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഗ്രീഷ്മ നൽകിയ മറുപടിയിൽ ഉണ്ടായ ചില വ്യത്യാസങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, ഇതായിരുന്നു ഈ കേസിന്റെ ആദ്യ ലീഡ്, ഗ്രീഷ്മയെ സംശയിക്കാനുള്ള ആദ്യ ലീഡ്. പക്ഷേ ഈ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന്, റൂറൽ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറി അവരിതിന്റെ അന്വേഷണം നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പ്രതിയുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കാതെ പ്രതിയുടെ മറ്റ് ഡിജിറ്റൽ
തെളിവുകൾ എന്ന രീതിയിൽ ചില കാര്യങ്ങൾ പരിശോധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആ പരിശോധനയാണ് അവസാനം ഏതാണ്ട് നമുക്കറിയാം 2022 ഒക്ടോബർ 31 ആ ദിവസങ്ങളാകുമ്പോഴേക്കും ഇതിൽ ഗ്രീഷ്മയാണ് ഈ കുറ്റം ചെയ്തതെന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. പിന്നീട് ഈ വിഷയത്തിൽ പലതരത്തിലുള്ള വിചാരണകൾ, കോടതിയിൽ നടന്ന വിചാരണയിൽ പല ഘട്ടങ്ങളിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ഒന്ന് ഡിജിറ്റൽ തെളിവുകൾ, അതിൽ ഷാരോണിനെ കൊലപ്പെടുത്താൻ ഇവർ നടത്തിയ വെബ് സെർച്ച് വിവരങ്ങൾ, രണ്ടാമത്തെ കാര്യങ്ങൾ സാഹചര്യ തെളിവുകൾ, കാരണം ഈ ജ്യൂസ് ചലഞ്ച് നടത്തിയതിന്റെ വീഡിയോ ദൃശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഗ്രീഷ്മ മാറ്റി നൽകിയ മറുപടികൾ. നാലാമത്തെ കാര്യം ഷാരോൺ അച്ഛന് മരണമൊഴിയെ നൽകിയ ഷാരോണിന്റെ പിതാവിന് മരണമൊഴിയെ നൽകിയ കാര്യമുണ്ട്. അതായത് ഗ്രീഷ്മ കുടിപ്പിച്ചു, അതിലെന്തോ ഉണ്ട്, താൻ മരിക്കും എന്ന് പറയുന്ന ആ മൊഴി. അങ്ങനെ നിർണായകമായിട്ടുള്ള ആ മൊഴികൾ, ഇത്രയും കാര്യമാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോഴും വിചാരണ ഘട്ടത്തിൽ പ്രതിഭാഗം വാദിച്ച പ്രധാനപ്പെട്ട വാദം ഈ കേസിൽ ദൃക്സാക്ഷികളില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കോടതി പരിഗണിക്കുമോ എന്നുള്ള കാര്യം.